അപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ് നിക്കോദേമോസ്. നിയമത്താൽ നീതീകരിക്കപ്പെട്ട, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സെൽഫ് റൈറ്റിയസ് മാൻ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. ദൈവം തന്നിരിക്കുന്ന നിയമപ്രകാരം ഞാൻ എല്ലാം പാലിക്കുന്നവനാണ്. ഞാനായിരിക്കുന്ന യഹൂദ മതത്തിലെ എല്ലാ നിയമങ്ങളും ഞാൻ പാലിക്കുന്നവനാണ്. എല്ലാ ആചാരങ്ങളും ഞാൻ പാലിക്കുന്നവനാണ്. എല്ലാ അനുഷ്ഠാനങ്ങളും ഞാൻ പാലിക്കുന്നവനാണ്. എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യമൊക്കെ ഞാൻ പാലിക്കുന്നവനാണ്. ഒരു കുഴപ്പമില്ല. അവരുടെ മധ്യത്തിലാണ് യേശു വന്നിരിക്കുന്നത്. യേശു ക്രിസ്തു ഫരിസേയന്മാർക്ക് ഒരു ഇടർച്ചയായിരുന്നു. കാരണം ഫരിസേയന്മാർ വിശ്വസിക്കുന്നതും ഫരിസേയന്മാർ ജീവിക്കുന്നതും അനുസരിച്ചല്ല യേശു പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫരിസേയൻ എപ്പോഴും യേശു ഒരു ഇടർച്ചയായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ നിക്കോദേമോസ് യേശുവിനെ കാണാൻ വരുമ്പം അവനൊരു കാര്യം പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ അവനൊരു സത്യം പറഞ്ഞ അവിടെ, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം. കാര്യം നിന്നെ ആർക്കും കണ്ടുകൂടാ. നീ പ്രസംഗിക്കുന്നതും നീ ചെയ്യുന്നതും ഞങ്ങൾക്ക് ആർക്കും കണ്ടുകൂടാ. ഞങ്ങൾ ഈ ഫരിസേയന്മാരായ കൂട്ടർ, ഈ യഹൂദന്മാരായ കൂട്ടർ, ഈ യഹൂദ മതത്തിൽപ്പെട്ട ഞങ്ങൾക്ക് നിന്നെ അങ്ങോട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് അറിയാം നീ ദൈവത്തിനുള്ളവനാണെന്ന്. അതുകൊണ്ട് നിക്കോദേമോസിനൊരാഗ്രഹം വന്നു, ഏതൊക്കെ ഈ സത്യം പറയുന്നതിനൊന്ന് നേരിട്ട് കേട്ടാൽ കൊള്ളാം. പക്ഷേ പകൽ സമയത്ത് പോയാൽ ഏതായാലും അറിയുമല്ലോ. അതുകൊണ്ടാണ് അവൻ രാത്രി പോയത്. അന്ന് പിന്നെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അത്രയും സൗകര്യമായിരുന്നു. വല്ല നിലാവിൻ്റെ വെളിച്ചത്തിലോ വല്ല മെഴുകുതിരിയുടെ വെളിച്ചത്തിലോ ഒക്കെ തലയൊക്കെ മൂടിപ്പോയാൽ ആരാ പോകുമെന്ന് അറിയത്തില്ല. ഇന്ന് നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇന്ന് ഇലക്ട്രിസിറ്റിയൊക്കെ ഉണ്ട്, ടെലിവിഷൻ ക്യാമറയൊക്കെ ഉണ്ട്. ഈ നിക്കോദേമോസിനെ പോലെ സത്യം അറിയാം. ഇവർ പറയുന്നതൊക്കെ ശരിയാണ്. കാരണം ഇവരല്ല പറയുന്നത്, ദൈവവചനത്തിൽ നിന്ന് പറയുക, എല്ലാം ചൂണ്ടിക്കാണിക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്. ജോസിൻ്റെ അഭിപ്രായമല്ല, ആരുടെ അഭിപ്രായമല്ല. അനാദി മുതലേ വചനം പറയുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ആരംഭവും ഇല്ലാത്തതും അവസാനമില്ലാത്തതായ നിത്യമായ വചനം, സത്യം തന്നെയായ വചനമാണ് ഈ പറയുന്നത്. അത് നിഷേധിക്കാൻ ആർക്കും പറ്റത്തില്ല. ശരിയാണെന്നറിയാം. പക്ഷെ അത് കേൾക്കാൻ പോയാൽ കുഴപ്പം. സത്യം അറിയാൻ പറഞ്ഞിട്ടല്ല. പ്രൈസ് ദ ലോർഡ്. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല. എന്നാൽ ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ പോയാൽ ഒരു 19 കൊല്ലം ഇവിടെ ജീവിക്കുമ്പോൾ എനിക്ക് ചില നഷ്ടങ്ങൾ വരും. അതുകൊണ്ട് ഈ 50 കൊല്ലത്തെ ജീവിതം എനിക്ക് മതി, പിന്നെ നിത്യമായി ഞാൻ നശിച്ചോളാന്ന് തീരുമാനിക്കുന്ന ബുദ്ധിമാനായ വിഡ്ഢിയ. മനുഷ്യരുടെ അഭിപ്രായത്തിന് വേണ്ടി, മനുഷ്യരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി സത്യം അറിയാമെങ്കിലും അത് സ്വീകരിക്കത്തില്ല. അത് ഇന്ന് തുടങ്ങിയതല്ല, അന്നേ തുടങ്ങിയതാണ്. ഇതാണ് മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ. ഇയാൾ പറഞ്ഞല്ലോ, ഗുരു, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ല, അവൻ തർക്കിച്ചില്ലല്ലോ. നിങ്ങൾ വചനം വായിച്ച് നോക്കിയാൽ ഈ നിക്കോദേമോസ് രക്ഷപ്പെട്ടതായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഇത് മുഴുവൻ വായിച്ചു നോക്കി, സുവിശേഷം മുഴുവൻ വായിച്ചു നോക്കി. ഈ പുള്ളിയെ ഒന്നുകൂടെ കാണുന്നുണ്ട്. അത് യേശുവിനെ അടക്കാൻ നേരത്ത് നിക്കോദേമോസ്, ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി, പക്ഷേ ഈ നിക്കോദേമോസ് അടക്കാനും ചെന്നിട്ടുണ്ട്. അപ്പം ആള് നല്ല മനുഷ്യനാ, യേശുവിനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ പരസ്യമായിട്ട് യേശുവിൻ്റെ കൂടെ കാണാൻ ചില ഭയമുണ്ട്. ഞാനിത് പറയുമ്പം ഇത് നിക്കോദേമോസിൻ്റെ കഥ കേട്ടിരിക്കല്ലേ. ഈ പറയുന്ന ആൾ ഞാനാണെന്നൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. എൻ്റെ കാര്യമല്ല. കാരണം ഞാൻ പരസ്യമായിട്ട് യേശുവിനെ ഏറ്റു പറയുന്നവനാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന ഞാൻ ഈ കൂടെ പെടുന്നതാണോ? എനിക്ക് സത്യമൊക്കെ അറിയാം, പക്ഷേ എനിക്കൊരു ധൈര്യമില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ധൈര്യം വരാത്തത്? വചനം വായിച്ചാൽ കാണാം, നമ്മൾ നിത്യജീവനിലേക്ക് വന്നിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല.
രക്ഷപ്പെട്ടവന് ആദ്യം കിട്ടുന്നത് ധൈര്യമാണ്. കാരണം അവനിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവവചനം പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ആത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്. അപ്പൊ പിന്നെ ഈ വലിയ വലിയ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവർക്കൊക്കെ എന്താ ഭയം? വചനം പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചു എന്ന് പറയുന്ന ഈ പരിശുദ്ധാത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, അത് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ടൊന്നും യേശുവിനെ അനുഗമിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ യേശുവിനെ പ്രസംഗിക്കുന്നവരുടെ കൂടെ കാണപ്പെടാൻ നമുക്ക് ഭയം. അതാണ് നിക്കോദേമോസിന് പറ്റിയത്. അപ്പോൾ ഈ നിക്കോദേമോസ് വന്ന് കർത്താവിനെ പറഞ്ഞു, ഗുരു, നീ ദൈവത്തിൽ നിന്നുള്ളവനാണ് ഞങ്ങൾക്കറിയാം. അതിൻ്റെ കാരണം പറഞ്ഞു, കാരണം നീ ചെയ്യുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, ഇത് വേറെ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിൽ നിന്ന് വന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ ഈ അടയാളങ്ങളും നിന്റെ ഈ അത്ഭുതങ്ങളും ഒക്കെ തെളിയിക്കുന്നു നീ ദൈവത്തിൽ നിന്നുള്ളവനാണ്. നമ്മളങ്ങനെ ആയിരുന്നെങ്കിൽ ഉടനെ പുള്ളിക്ക് പിടിച്ചൊരു കസാരയൊക്കെ ഇട്ട് കൊടുത്ത് ഉടനെ 2 ചായയൊക്കെ ഓർഡർ ചെയ്തേനെ. കർത്താവ് മുഖത്ത് നോക്കിച്ച് പറഞ്ഞു, വീണ്ടും ജനിക്കാതെ സ്വർഗ്ഗരാജ്യം കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. വന്നതാരാ? വലിയ പുള്ളിയാണ് വന്നത്, അല്ല ചെറിയ പുള്ളിയൊന്നുമല്ല. ഫരിസേയന്മാരിയെ പ്രമാണിയാണ് വന്നത്. അവനോട് കൊടുത്ത ഉത്തരവാണ്, അല്ലാതെ അവനൊരു കസാരയും പിടിച്ചിട്ട് കാപ്പിയും മേടിച്ചു കൊടുത്ത് കാലും തിരുമ്മി കൊടുത്തില്ല. ഉള്ള സത്യം കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ ആരെന്നറിയാം, പക്ഷെ നിനക്ക് പേടിയല്ല, അതിനെ നീ രാത്രി വന്നത്. നീ ഒളിച്ചുമ്പോൾ അതും വന്നില്ലേ? സത്യമൊക്കെ അറിയാമെങ്കിലും നീ ഇപ്പോഴും നിയമത്തിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്നു. ഈ ഞാനുമായിട്ട് നിനക്കൊരു ബന്ധം സ്ഥാപിക്കാൻ നീ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ വീണ്ടും ജനിക്കാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അയാൾ എന്നാ ചോദിച്ചേ, ഇതെങ്ങനെ സാധിക്കും? ഇതെങ്ങനെ സംഭവിക്കും? വചനത്തിൽ ആദ്യത്തെ പുസ്തകമാകുന്ന ഉൽപ്പത്തി മുതൽ വായിച്ചാൽ അനേക സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്നത്. ആദ്യം ചോദ്യം ചെയ്യുന്നത് പിശാച. സ്ത്രീയോട് വന്ന് ചോദിച്ചു, ഈ കനി ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇത് ഭക്ഷിച്ചാൽ നീ മരിക്കത്തില്ലെന്നേ. അപ്പൊ ദൈവവചനത്തെ ചോദ്യം ചെയ്യുക, ദൈവവചനത്തെ വളച്ചൊടിക്കുക, ഇത് പർദീസായിൽ ആരംഭിച്ചതാ. ഹല്ലേലൂയ. ഇതാ വലിയൊരു മതഭക്തൻ, എല്ലാ നിയമങ്ങളും പാലിച്ച് എനിക്ക് യാതൊരു കുറവുമില്ലെന്ന് പറയുന്നതും പറയുക. യേശു ആകുന്ന വചനം നേരിട്ട് സംസാരിച്ചപ്പോഴും ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ആദ്യത്തെ പാപം ചെയ്ത മനുഷ്യൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ദൈവവചനത്തെ ചോദ്യം ചെയ്യുക. നിങ്ങളുടെയൊക്കെ മനസ്സിൽ വരാറില്ലേ ചോദ്യങ്ങൾ, സംശയങ്ങൾ? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക? ഇതൊക്കെ ശരിയാണോ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പോയാൽ സാധിക്കുന്ന കാര്യമാണോ? നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം, നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യരെ ജീവിക്കുന്നത് കാണാം. എന്നാൽ ഇത് പറ്റുമോ? അപ്പം ആ ചോദ്യം എവിടെ നിന്ന് വരുന്നു? അത് പർദീസയിൽ ആരംഭിച്ചതാരാ? പിശാച്. അവൻ നമ്മുടെ മുമ്പിൽ ഇട്ടുകൊണ്ടിരിക്കും ചോദ്യങ്ങൾ. ഇതെങ്ങനെ സംഭവിക്കും? സൃഷ്ടാവായ ദൈവം ഈ മനുഷ്യൻ പറഞ്ഞതാ, നീ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് എനിക്കറിയാം. അങ്ങനെ അവന് നല്ല ബോധ്യമുള്ള യേശുവാണ് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നീ സ്വർഗ്ഗരാജ്യം പ്രവേശിക്കത്തില്ല. ഉടനെ ഇതെങ്ങനെ സംഭവിക്കും? ഇനി ഞാൻ ഈ പ്രായമായ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് രണ്ടാമത് നീ പ്രസവിക്കണോ? ഈ രണ്ടാമത് ചോദിക്കുമ്പം കുറച്ചുകൂടെ പ്രശ്നമായി. ഇപ്പം യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ പറയുന്നു, നീ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ നീ സ്വർഗ്ഗരാജ്യം കാണത്തില്ല. ഈ ഫരിസേയന്മാരുടെ പ്രത്യേകത ഒന്നുകൂടി കാണണമെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 1 തൊട്ട് 4 വരെ പൗലോസ് എഴുതുന്നൊരു ലേഖനമാണ്. അവനും ഫരിസേയനായിരുന്നു. പൗലോസ് യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ ഒരു ഫരിസേയനാണ്, ഒരു പ്രമാണിയാണ്. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം നടത്തിയവനാണ്. അവൻ പറയുന്നത് അവൻ ഗമാലിയലിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നടത്തിയവൻ. അതായത് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന വിദ്യാസമ്പന്നനാണ് ഗമാലിയൽ.